നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നാളെ വീക്കെൻഡാണ്. അപ്പോ 7 പേരുണ്ട് നോമിനേഷൻ അല്ലെ? 7 പേര് നോമിനേഷനിൽ ആര് പുറത്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അൺഒഫീഷ്യൽ പോളുകൾ നോക്കുകയും അതുപോലെ തന്നെ യൂട്യൂബ് പോളുകളും അൺഒഫീഷ്യൽ പോളുകളും യൂട്യൂബ് പോളുകളും ആസ്പദമാക്കി നമുക്ക് കിട്ടിയ സൂചനയൊക്കെ വെച്ചുകൊണ്ട് പറയുന്ന ഒരു റിസൾട്ടാണിത്. അപ്പോൾ മൊത്തം 7 പേരുണ്ട്. അതായത് ജിൻഡോ, സിജോ, ശ്രീതു, അപ്സര, നന്ദന, ശരണ്യ, ശ്രീരേഖ. ഇത്രയും പേരാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നോമിനേഷനിലുള്ളത്. ഇതിൽ ആര് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാൻ സാധിക്കുന്നത് നാളെയും മറ്റന്നെയും കൂടി 2 പേര് ഉറപ്പായിട്ടും പുറത്താകും എന്നുള്ള വിവരങ്ങളാണ് 2 ദിവസം മുമ്പ് തൊട്ട് നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. 2 പേര് ഈ ആഴ്ചത്തിന്റെ വീക്കെൻഡിൽ പുറത്താകും എന്നുള്ളതാണ്. അപ്പൊ ആര് പുറത്താകും എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് നമുക്കിപ്പം അൺഒഫീഷ്യൽ പോളുകൾ നോക്കി കഴിഞ്ഞാലും ഈ പറഞ്ഞ ഏതാണ് നമ്മുടെ യൂട്യൂബ് പോളുകൾ നോക്കണം, ഏറ്റവും കൂടുതൽ വോട്ടിക്ക് ജിൻഡോയ്ക്ക് തന്നെ. അപ്പൊ ജിൻഡോ എന്തായാലും സേഫ് ആണ്. 2ാം പൊസിഷനിൽ ആരെന്ന് ചോദിച്ചത് ഇപ്പോൾ നിലവിൽ സിജോയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം ഈ പറയുന്ന അൺഒഫീഷ്യൽ പോളുകളായാലും യൂട്യൂബ് പോളുകളിലായാലും സിജോ തന്നെയാണ് ഈ പറയുന്ന 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 3ാം സ്ഥാനം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ശ്രീതുവാണ്. ശ്രീതു ഈ പറയുന്ന അപ്സരയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ശ്രീതു 3ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നു എന്നാണ് അൺഒഫീഷ്യൽ പോളുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ശ്രീതു 3ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീതുവിന് കുറച്ച് വോട്ട് കിട്ടുന്നുണ്ട്. അതായത് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് ശ്രീതുവിന് കുറച്ച് വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. അപ്പൊ അവിടെ എന്താണ് ഈ പറയുന്ന സിജോ, ജിൻഡോ, ശ്രീതു ഈ 3 പേരും എന്തായാലും അവിടെ സേഫ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് 4ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് അപ്സരയാണ്. അപ്സരയ്ക്ക് നല്ല വോട്ട് കുറയുന്നുണ്ട്. മുമ്പൊക്കെയാണെങ്കിൽ അപ്സരയ്ക്ക് നല്ല വോട്ട് കിട്ടുമായിരുന്നു. ഇപ്പം കുറച്ച് ഈ പറയുന്ന കുറച്ച് നെഗറ്റിവിറ്റി അപ്സരയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്സരയ്ക്ക് വോട്ട് വളരെ കുറവായിട്ടാണ് കാണുന്നത്. എങ്കിലും സേഫാണ് നമുക്ക് പറയാൻ പറ്റും 4ാം സ്ഥാനത്ത്. ഇനി 5ാം സ്ഥാനത്ത് ഇനി ബാക്കി വരുന്ന 3 പേര്, അതായത് അത് ശ്രീരേഖ വരും, ശരണ്യ വരും, നന്ദന വരും. ഈ 3 പേരിൽ 2 പേരായിരിക്കും ഉറപ്പായിട്ടും പുറത്താക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഞെട്ടിച്ചുകൊണ്ട് നന്ദന ഈ പറയുന്ന ശ്രീരേഖയും ശരണ്യൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നന്ദനയ്ക്ക് വോട്ടുണ്ട്, നന്ദനയ്ക്ക് നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നത്. അതായത് ഈ പറഞ്ഞ ലാസ്റ്റ് നടന്ന ടാസ്ക് ഉൾപ്പെടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനും കൂടി ആയിട്ടുണ്ട് അല്ലെ? ഈ ടാസ്ക് ഉൾപ്പെടെ നന്ദനയുടെ ഗ്രാഫ് മുകളിലോട്ടാണ്. നന്ദനയ്ക്ക് നല്ലൊരു സപ്പോർട്ട്, അതിപ്പോ യൂട്യൂബ് പോളുകളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നന്ദനയ്ക്ക് നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. കാരണം അവൾ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ സൂപ്പർ. ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് സത്യം പറഞ്ഞാൽ നന്ദന ജയിക്കാൻ വേണ്ടി കൊടുത്തതുപോലെ എനിക്ക് തോന്നിയത്. മറ്റൊരു കണ്ടിട്ട് ജയിക്കാൻ പറ്റത്തില്ല. ആ ഒരു ടാസ്ക് ഇത്തിരി ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള, ഇത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കൊക്കെ ജയിക്കാൻ പറ്റും. മറ്റു ഏജ്ഡ് ആണ്, കുറച്ച് അവരെ കൊണ്ട് പറ്റത്തില്ല. അറിയാലോ, നന്ദന 3 കൊടി വെച്ചു, 4ാമത്തെ കൊടിക്ക് വേണ്ടിയിട്ട് പോകുന്നു. മറ്റൊരു ആ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ നന്ദനയ്ക്ക് നല്ല രീതിയിൽ വോട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ശ്രീരേഖയാണ്. ഇപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ശ്രീരേഖയും ശരണ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരേഖയും ശരണ്യയും. ശ്രീരേഖയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ആ പെർഫോമൻസ് കൊണ്ട് കുറച്ച് വോട്ട് എന്തായാലും ഒബ്വിയസ്ലി വരും. നമ്മൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. കുറച്ച് പ്രേക്ഷകരുണ്ട്, അവർ അന്നുള്ള ഈ പറയുന്ന പെർഫോമൻസ് കണ്ട് ഇന്നലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ കടന്നുപോയ നമ്മുടെ ഈ ടാസ്ക് നോക്കി ഈ പറയുന്ന ശ്രീരേഖ ഒരുപാട് ആൾക്കാരെ ചിരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ചിരിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് വോട്ട് ശ്രീരേഖയ്ക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ശരണ്യയ്ക്കും ശ്രീരേഖയെക്കാളും നിലവിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അത് എങ്ങോട്ട് വേണോ അങ്ങോട്ടും. അപ്പം അതായത് ശരണ്യ, ശ്രീരേഖ, നന്ദന ഈ 3 പേരിൽ ആര് വേണോ പുറത്താകാം എന്നുള്ളതാണ്. ബാക്കി ഈ 4 പേരും നിലവിൽ ഈ പറയുന്ന എന്താണ് സേഫ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതൊന്നും ഒരു ഫൈനലൈസ് ഒന്നല്ല, എന്ത് വേണം സംഭവിക്കാം. മനസ്സിലായി? കാരണം ഈ അൺഒഫീഷ്യൽ പോളായാലും ഈ യൂട്യൂബ് പോളായാലും ഈ രണ്ടിലും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പോളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഒരുപാട് ആൾക്കാരുകൾ കാണും, ഒരുപാട് ആൾക്കാർ കാണുകയും ഇപ്പൊ നമ്മളിപ്പം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ യൂട്യൂബിന് ഒരു പോൾ വരുമ്പോൾ ആൾക്കാർ ഒന്ന് പോൾ ചെയ്യും. ഇവര് നേരെ പോയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ പോയി പിന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യണമെന്നില്ല. യൂട്യൂബ് പോളുകൾ കാണുന്നവരൊന്നും പോയി ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അത് യൂട്യൂബ് പോൾ കറക്റ്റ് അതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതൽ. അപ്പൊ 100 പേര് യൂട്യൂബ് ഉപയോഗിക്കുമെങ്കിൽ അതിൽ ഹോട്ട്സ്റ്റാറിൽ പോയി പിന്നെ വോട്ടെടുത്തത് 50 പേരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അൺഒഫീഷ്യൽ പോളുടെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ അൺഒഫീഷ്യൽ പോളുകൾ തിരക്കി പോയി വോട്ടിടുന്നവരുണ്ട്. അൺഒഫീഷ്യൽ പോളുകളിൽ പോയി വോട്ടിടുന്നവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അവര് ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ടിടും. കാരണം അൺഒഫീഷ്യൽ പോളിൽ അതിന്റെ ലിങ്ക് എടുത്ത് അടിച്ച് അവിടെ പോയി വോട്ടിടുന്ന ആൾക്കാരാണ്. അവിടെ പോയി വോട്ടിടുന്ന ആൾക്കാർ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന നമ്മുടെ ഹോട്ട്സ്റ്റാറിലും പോയി വോട്ടിടും. പക്ഷെ അൺഒഫീഷ്യൽ പോളുകളിൽ നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത, കാരണം അവിടെ എത്ര വോട്ട് വേണം ഇടാം എന്നുള്ളത്. അപ്പൊ രണ്ടും യൂട്യൂബ് പോളുകളായാലും അൺഒഫീഷ്യൽ പോളുകളായാലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. യൂട്യൂബ് പോളുകളെ വിശ്വസിക്കുക. അത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പ്രേക്ഷക പിന്തുണ ആർക്കാണ് എന്നുള്ളത് യൂട്യൂബ് പോളുകൾ കണ്ടാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ പിന്തുണ ഒരിക്കലും എന്ത് ചെയ്യില്ല,
ഇതേപോലെ റിഫ്ലക്ട് ചെയ്യില്ല. ഇവിടെ ഈ പറയുന്ന ഹോട്ട്സ്റ്റാർ റിഫ്ലക്ട് ചെയ്യില്ല. ഹോട്ട്സ്റ്റാർ പോയി ഇവരാരും പിന്നെ വോട്ടിടത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരെ അപ്പം വോട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷേ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബ് പോളിൽ പോയി മാത്രം പോയി വോട്ടിട്ട് കാര്യമൊന്നുമില്ല. നേരെ പോയി ഹോട്ട്സ്റ്റാറിൽ വോട്ടിട്ടാലേ വോട്ട് കയറത്തുള്ളൂ. ഞെട്ടിക്കുന്ന എവിക്ഷനുകൾ പല സീസണുകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മളൊക്കെ വോട്ടുണ്ടെന്ന് കരുതി യൂട്യൂബ് പോളിലൊക്കെ വോട്ട് കാണും. പക്ഷേ അവിടെ പോയി ആരും വോട്ട് ചെയ്യത്തില്ല. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ നേരെ പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് എന്ത് ചെയ്യുക, വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഔട്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ശരണ്യയ്ക്കും ശ്രീരേഖയ്ക്കുമാണ്. 2 എവിക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ നന്ദനയും ഡേഞ്ചർ സോണിലാണ്. അപ്സരയും നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പിന്തള്ളാൻ നമുക്ക് എഴുതള്ളാൻ പറ്റില്ല. അപ്സര വേണമെങ്കിൽ പുറത്താകാം. കാരണം അവസാനത്തെ ഇന്നത്തെ ആ വോട്ടൊക്കെ വളരെ എന്താണ് വളരെ പ്രാധാന്യം ചെന്ന ദിവസങ്ങളാണ് ഇപ്പോഴേക്ക്. ലാസ്റ്റ് മണിക്കൂറിലുള്ള വോട്ടുകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.